ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൈര് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തൈരിനോട് അനുബന്ധിച്ച് ഉള്ള ടിപ്സുകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് നോക്കാം അതെന്താണെന്ന്. തൈര് തണുപ്പ് കാലത്ത് എളുപ്പം ഉറ കൂടാൻ ഉറ ഒഴിച്ചതിന് ശേഷം പാത്രം അരിയിട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൈര് സെറ്റായി കിട്ടുന്നതാണ്. അതുപോലെ മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് തൈര് കടയുമ്പോൾ വെണ്ണ എളുപ്പം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ഒരു നനഞ്ഞ ചാക്ക് കൊണ്ട് മൺകലം പൊതിഞ്ഞ ശേഷം തൈര് കടഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെണ്ണ ലഭിക്കുന്നതാണ്. അതുപോലെ തൈര് ഉണ്ടാക്കാൻ ഉറയില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് പാലിൽ 1 സ്പൂൺ വിനാഗിരിയോ നാരങ്ങ നീരോ എന്ന അനുപാതത്തിൽ ചേർത്താൽ മതി. നമുക്ക് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉറ റെഡിയാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല കട്ട തൈര് കിട്ടാൻ എരുമപ്പാൽ തൈര് ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല കട്ട തൈരായിട്ട് കിട്ടുന്നതാണ്. നല്ല തൈര് ഉണ്ടാക്കാൻ ഉറ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം കഴുകി വൃത്തിയാക്കി ഉണക്കിയ ശേഷം ഉറ ഒഴിക്കുക. ഉറ കൂടുന്നത് വരെ പാത്രം അനക്കാതെ വയ്ക്കുകയും വേണം. അതുപോലെ തന്നെ തൈരിൻ്റെ പുളി ഇല്ലാതാക്കാൻ അല്പം പാലിൽ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കിയ മിശ്രിതം പുളിയുള്ള തൈരിൽ ചേർത്ത് ഇളക്കിയാൽ തൈരിൻ്റെ പുളി മാറി കിട്ടുന്നതാണ്. ഇതുകൂടാതെ തൈര് 3-4 ദിവസം പുളിക്കാതിരിക്കാൻ 4-5 തേങ്ങാ കഷ്ണം ചെറുതായി അരിഞ്ഞ് ഇടുക. അപ്പോൾ ഇതൊക്കെയാണ് തൈരിനെക്കുറിച്ചുള്ള ടിപ്സുകൾ. അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.